നാട്ടിലിപ്പോ ഉത്സവ സീസൺ ഒക്കെ അല്ലേ, അവിടെ ലഡുവിന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഒരു ബോക്സ് ലഡു ഒക്കെ കിട്ടിയതില്ലേ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. 5-6 പറക്കി തിന്നുന്നതിന്. 5-6 ആ ബോക്സ് തന്നെ വിഴുങ്ങാനും ഞാൻ റെഡിയാണ് സർ. അത് വിഴുങ്ങുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പായിട്ട് നമുക്ക് സുണ്ടൽ ഉണ്ടാക്കിയാലോ എന്ന് വെച്ച ഉത്സവ പറമ്പില് കടലയും കുറെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് തരുന്നൊരു സാധനം ഇല്ലേ, അതന്നെ. ഇവിടെ നമ്മുടെ കയ്യിൽ കടലയില്ല, എന്നാ പിന്നെ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടാക്കാൻ തരുന്ന എന്റെ ഒരു ഉദ്ദേശം. എന്നാ ഗ്രീൻ പീസും കിട്ടിയില്ല. തൽക്കാലം ഇപ്പൊ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ എന്തോ തരം പയറാണെന്ന് തോന്നുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിലും കിട്ടിയവനെ പൊക്കണമെന്നാണല്ലോ ഈ പറഞ്ഞത്. നമ്മുടെ സാഹചര്യമായിട്ട് ഒരു ബന്ധമില്ലെന്നറിയാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലല്ലേ? ഇനി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ കയ്യിൽ എടുക്കാൻ ആ കണ്ട പയറ് മാത്രമേ ഉള്ളൂ. എന്നാ എനിക്ക് സുണ്ടൽ വേണം താനും. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചെങ്കിൽ ഉണ്ടാക്കാൻ പോവാണേ. വെജിറ്റബിൾസ് ആയിട്ട് തക്കാളി സവാള മാത്രം എടുത്തോളൂ. അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിലും ഞാൻ തന്നെ കൊത്തിരുന്ന് കട്ട് ചെയ്യണ്ടേ. അപ്പൊ കുറച്ചൊക്കെ കഴിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പിന്നെയും പോയേക്കുന്നു ലഡു വിഴുങ്ങ. എന്നിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം അവിടെ വാരി വിതറിയിട്ട് വേവിച്ച് വെച്ച പയറോ ഗ്രിമിസോ എന്താന്ന് വെച്ചാൽ അതോട് ഇട്ടിട്ട് ഒരു അലങ്കാരത്തിന് ഒരു മുട്ട പൊട്ടി ചോദിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ അവിടെ മിക്സറോ മറ്റോ ഇരിക്കുന്നുണ്ടപ്പോ ഞാൻ കുറച്ച് അതോടെ വരിട്ടെ. എന്തായാലും ഒരു വഴിക്കുമല്ലേ എന്റെ വയറ്റിലോട്ട്. എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വെക്കോട്ടെ. എന്തായാലും കടലില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും പാവം പയറിനെ അറിയിച്ചില്ല.